കാളർകോട്ടെ വാഹനാപകടത്തിൽ ലക്ഷദ്വീപിലെ ആന്ത്രോത്തിലും ഉയരുന്നത് കൂട്ട നിലവിളികളാണ്. ഈ പ്രദേശത്തിന്റെ ഡോക്ടർ പ്രതീക്ഷയായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. മത്സ്യത്തൊഴിലാളിയായ നസീറിന്റെ മകൻ. കവരത്തി പൊതുമരാമത്ത് വകുപ്പിൽ UDC-യാണ് അമ്മ മുംതാസ്. സാധാരണ കുടുംബത്തിലെ മൂത്ത പുത്രനായ ഇബ്രാഹിം പഠനത്തിൽ മിടുമിടുക്കനായിരുന്നു. എൻട്രൻസിലൂടെ MBBS സീറ്റും കിട്ടി. ആലപ്പുഴയിലായിരുന്നു പഠനം. ഇതോടെ ആ കുടുംബം സന്തോഷത്തിലായി. ആന്ത്രോത്തുകാർ ഭാവിയിൽ ഡോക്ടറെ കിട്ടിയെന്ന സ്വപ്നം കണ്ടു. ഇവർക്കിടയിലേക്കാണ് കാളർകോട്ടെ അപകട വാർത്തയെത്തിയത്. ഇബ്രാഹിമിന് ഒരു അനുജനാണ് കൂടെപ്പിറപ്പായിട്ട് ഉള്ളത്. അങ്ങനെ ലക്ഷദ്വീപിനും ദുഃഖമായി മാറി ആലപ്പുഴയിലെ നടക്കുന്ന രാത്രി അപകടം. ലക്ഷദ്വീപിലേക്ക് മുഹമ്മദ് ഇബ്രാഹിമിന് മടക്കയാത്രയില്ല. പ്രത്യേക സാഹചര്യത്തിൽ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലെന്നാണ് തീരുമാനം. ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങ് എറണാകുളം മാർക്കറ്റ് പള്ളിയിൽ നടക്കുമെന്നാണ് സൂചന. ഇബ്രാഹിമിന്റെ മാതാപിതാക്കൾ രാവിലെ വിമാനമാർഗം ലക്ഷദ്വീപിൽ നിന്നും എറണാകുളത്തേക്ക് തിരിക്കും. ദ്വീപ് ഭരണകൂടം എമർജൻസി വിമാന ടിക്കറ്റ് അനുവദിച്ചിട്ടുണ്ട്. കാലാവസ്ഥയും സാങ്കേതിക കാരണങ്ങളും പരിഗണിച്ചാണ് കൊച്ചിയിൽ സംസ്കാരം നടത്തുന്നത്. കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും കേരള സർക്കാരും ഒരുക്കും. കൊച്ചിയിലെ ദ്വീപ് അധികാരികളും നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സജീവമാണ്. വാർത്തയിലൂടെയാണ് മരണവിവരം ആന്ത്രോത്തിൽ അറിയുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയും ഉണ്ടെന്ന് മാത്രമാണ് ആദ്യം അറിഞ്ഞത്. പിന്നീടാണ് മരിച്ചത് ഇബ്രാഹിം ആണെന്ന് അറിഞ്ഞതെന്ന് നാട്ടുകാരൻ പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത 1.5 മാസം പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇബ്രാഹിം മരണത്തിന് കീഴടങ്ങുന്നത്. ഇത് ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം തീരാവേദനയായി മാറുകയാണ്. ഒരു നാടിന്റെ ഡോക്ടർ സ്വപ്നമാണ് റോഡിലെ അപകടം തട്ടിയെടുത്തത്. കനത്ത മഴയിൽ നിയന്ത്രണം തെറ്റിയ കാർ KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 11 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. 4 പേർ സംഭവസ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചും മരിച്ചു. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ പൂർണ്ണമായും തകർന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ കാറിൽ നിന്ന് പുറത്തെടുക്കാനായത്. 11 പേരാണ് കാറിലുണ്ടായിരുന്നത്. കനത്ത മഴയെ തുടർന്ന് കാഴ്ച മങ്ങിയതോ ബ്രേക്ക് കിട്ടാതിരുന്നതോ ആകാം അപകടത്തിൽ കലാശിച്ചതെന്ന് MVD ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. അമിത വേഗതയിലെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല അപകടമുണ്ടായതെന്നും അധികൃതർ പറഞ്ഞു. മഴയിൽ തെന്നി നീങ്ങിയ കാർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കൊല്ലം സ്വദേശി ആനന്ദ് മനു, എടത്തറ സ്വദേശി ആൽവിൻ ജോർജ് എന്നിവർ ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലാണ്. ചേർത്തല സ്വദേശി കൃഷ്ണദേവ്, ചവറ സ്വദേശി മുഹ്സിൻ മുഹമ്മദ്, ഷൈൻ ഡൻസ്റ്റൺ, എറണാകുളം സ്വദേശി ഗൗരി ശങ്കർ എന്നിവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്.